ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് നാം നടത്തുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയാസ് ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുന്ന ഒരു കാലമാണിത്. എഴുത്തിൻ്റെ ലോകത്ത് നൂതനമായ ഒരു ആശയമായി ഇതിലെ ബ്ലോഗ് എഴുത്ത് കടന്നു വരികയാണ്. ഡോക്ടർ ജോർജ് പടനിലം ബ്ലോഗ് എഴുത്തിൽ ഏറെ സജീവ സാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ പല ബ്ലോഗ് എഴുത്തുകളും സമൂഹം ഏറെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഈ അടുത്ത കാലത്തെ ഒരു ബ്ലോഗ് ഓർക്കുകയാണ്. അതിൻ്റെ ഹെഡിങ് കൊണ്ട് തന്നെ അത് ശ്രദ്ധയാകർഷിച്ചു. ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് എന്ന ഡോക്ടറുടെ ബ്ലോഗിനെ കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച. ഡോക്ടർ, കേൾക്കുമ്പോൾ ഏറെ തമാശ തോന്നുന്ന പല തലക്കെട്ടുകളും അങ്ങ് നൽകാറുണ്ട് എഴുത്തിന്. ഇവിടെ തന്നെ ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് എന്ന് നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും ഒക്കെ പരസ്പരം ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ചോദ്യം ചോദിക്കാറുണ്ട്, ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്. ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും, വളരെ രസകരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും, വലിയ ഒരു അർത്ഥതലം ഡോക്ടർ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് വായിക്കുമ്പോൾ മനസ്സിലാവും. ചിന്താക്കുഴപ്പത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് കുറ്റബോധം ജനിപ്പിക്കുന്നത് എന്ന് ഡോക്ടർ അതിനകത്ത് പറയുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് ചില അനുഭവങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ആ ബ്ലോഗ് രചനയെ വളരെ സുന്ദരമാക്കിയതും അറിയാം. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തെക്കുറിച്ച്? നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ടൊരു പ്രതികരണം മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, ഞാൻ വല്ലതും പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ, ഞാൻ പറഞ്ഞത് മോശമായി പോയോ, അതല്ലായിരുന്നു അങ്ങേര് പ്രതീക്ഷിക്കുന്നത് എന്നെല്ലാം ഇങ്ങനെ നമ്മൾ സ്വയം ചോദിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മനുഷ്യരും സമൂഹ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ മനുഷ്യരും തന്നെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരു ചിന്താക്കുഴപ്പത്തിലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യാതൊന്നിനെയും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഓരോന്നിനെയും വ്യാഖ്യാനിക്കുകയാണ്, ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു അഭിപ്രായമായി സൂക്ഷിക്കും. ആ അഭിപ്രായം വീണ്ടും വീണ്ടും അത് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, പിൽക്കാല അനുഭവങ്ങളിൽ കൂടി ഉറപ്പിക്കുകയാണെങ്കിൽ അതൊരു മനോഭാവമായിട്ട് മാറും, ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറും. പിന്നെ ആ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ വാസ്തവത്തിൽ നമ്മുടെ പ്രതികരണങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് മാതാപിതാക്കന്മാർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് നമ്മുടെ ചിന്ത. മുതിർന്നവരെ അനുകരിക്കുക, അവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക, അവർക്കുള്ള സ്വീകാര്യതയും അധികാരവും. അതെ, നമ്മുടെ ഹീറോയാണ്. അവർ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ എല്ലാവരും ബഹുമാനിക്കും, നമ്മളെ എല്ലാവരും സ്നേഹിക്കും, നമുക്കൊരു സ്വീകാര്യതയുണ്ടാകും എന്നെല്ലാം ഉള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ്, ഇപ്പം അമ്മ എപ്പോഴും അയലത്തുള്ള ഒരു സ്ത്രീയുമായിട്ട് വലിയ വിരോധത്തിലാണ്. എപ്പോഴും അവർ സംസാരിക്കുമ്പോഴത്തേക്ക് ആ പട്ടിച്ചി എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വിചാരം ഈ അമ്മയുടെ പേര് പട്ടിച്ചി എന്നാണെന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ് അതൊന്നും ചിന്തിക്കുന്നില്ല. അമ്മയുടെ വികാരം എന്നാണെന്നോ എന്തുകൊണ്ടാണ് അമ്മ എങ്ങനെ വിളിക്കുന്നതൊന്നും ആ കുഞ്ഞിന് ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ആരോ കതകിൽ മുട്ടിയപ്പോഴത്തേക്ക് ഈ കുഞ്ഞ് പോയി കതക് തുറന്നപ്പോഴത്തേക്ക് ഉടനെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മയെ അയലത്തെ പട്ടിച്ചിതേ വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞു. അമ്മയ്ക്കത് കേട്ടപ്പോഴത്തേക്ക് വലിയ ഷോക്കായിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്നറിയാൻ വയ്യ. വേഗം ഓടിച്ചെന്ന് ആ കൊച്ചിനെ പിടിച്ച് മാറ്റിയേച്ച്, കൊള്ളരുത്, ഇങ്ങനെയാണോടി ആ അപ്പുറത്തെ ആൻറ്റിയോട് നീ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ് കൊച്ചിനെ മാറ്റി വെച്ച് പറഞ്ഞു, ഈ പിള്ളേരെ കൊണ്ട് വിഷമിച്ചു, ഈ ടെലിവിഷനിൽ വേണ്ടാത്തതെല്ലാം കേട്ടി കുഞ്ഞുങ്ങളെല്ലാം മഹാ ചീത്തയാകുക, ഇതുങ്ങളൊക്കെ എങ്ങനെ നന്നാകാനാണ്, എന്നാ പറഞ്ഞിട്ട് വിശേഷം അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞ് അയലത്തെ പട്ടിച്ചയെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അമ്മ. പക്ഷേ കുഞ്ഞിനിതൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്നാ തെറ്റ് ചെയ്യുന്നു, കുഞ്ഞിന് വല്ല പിടിയുണ്ടോ? കുഞ്ഞിനെ അങ്ങേ മുറി കൊണ്ടുപോയി അതിനിട്ട് 2 അടിയും കൊടുത്ത് അത് കരഞ്ഞുകൊണ്ട് ഇരിക്കുക. എന്താ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അമ്മ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആ പട്ടിച്ചി എന്ന് പറഞ്ഞത് തെറ്റാണ് എന്നുള്ള അതിനൊരു വിചാരം വരുന്നില്ല. അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് ആ കുഞ്ഞിന് യാതൊരു ബോധവുമില്ല. പക്ഷേ ശിക്ഷ കിട്ടിയത് കൊണ്ട് എന്തോ തെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ആ സ്ത്രീ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, വീട്ടിൽ കേൾക്കുന്നതെല്ലാം നീ മേലാൽ ആരോടും വിളിച്ച് പറഞ്ഞേക്കരുത് എന്നൊരു താക്കീതും കൊടുത്തു. എന്നതാ പറയാവുന്നതെന്നോ എന്താ പറയാൻ പാടില്ലാത്തതെന്നോ കുഞ്ഞിന് യാതൊരു വിവരവുമില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞ് ഭയത്തിലും
ചിന്താക്കുഴപ്പത്തിലുമാണ് കുഞ്ഞ് വളരുന്നത്. അപ്പോൾ അത് ഓരോന്നിനെയും കുറിച്ചും അതിൻ്റെ മനസ്സിലുണ്ടാകുന്ന അഭിപ്രായങ്ങൾ അതിൻ്റെ സ്വന്തം അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് അത് എന്തോ അതിൻ്റെ അഭിപ്രായമെന്നോ എന്തുകൊണ്ടാണ് അതിനെ തല്ലിയെന്നോ ആ കുഞ്ഞിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞ് പിന്നെ അത് പറയത്തില്ലായിരുന്നേ. ആ എക്സ്പ്ലനേഷനൊന്നും പലപ്പോഴും കിട്ടാറില്ല കുഞ്ഞുങ്ങൾക്ക്. അടി മാത്രമായിരിക്കും മിക്കവാറും കിട്ടുന്ന സമ്മാനം. അങ്ങനെ വരുമ്പോഴേ പിന്നെ മാതാപിതാക്കന്മാരോ മുതിർന്നവരോ പറയും, ഞങ്ങൾ അവരുടെ കണ്ണ് വെട്ടിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം നിന്നെ ഇങ്ങനെ അപ്പോൾ ആ ദൈവം എന്ന് പറയുന്നത് നിന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കും, ഭയങ്കര ശിക്ഷയായിരിക്കും, ചിലപ്പോൾ നരകത്തിൽ കൊണ്ടുപോകും, ഇതെന്നെല്ലാം പറയുന്നത്. അപ്പം ഈ മാതാപിതാക്കന്മാരെങ്ങനെയാണോ അവരുടെ രൂപത്തിലാണ്, ആ സാദൃശ്യത്തിലാണ് ഈ കുഞ്ഞ് ദൈവം എന്നുള്ളൊരാശയം ഉൾക്കൊള്ളുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ മാതാപിതാക്കന്മാർ സ്നേഹത്തോടു കൂടി പെരുമാറുന്നതാണെങ്കിൽ ദൈവവും സ്നേഹമാണ്. മാതാപിതാക്കന്മാർ പരുഷമായിട്ട് പെരുമാറുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ദൈവവും ശിക്ഷിക്കുന്നതാണ്. അപ്പം ദൈവം എന്ന് പറയുന്ന ഈ ഐഡിയ ഒരു പോർട്ടബിൾ പേരൻ്റ് അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ പോലീസ്മാൻ എപ്പോഴും നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, നമ്മളെ ശിക്ഷിക്കുക, അതാണ് ദൈവത്തിൻ്റെ കടമ. അപ്പോൾ അങ്ങനെ ഈ ദൈവം എന്നുള്ളത്, എന്നാൽ പള്ളിയിൽ പോകുമ്പോഴും മതാധ്യാപന ക്ലാസ്സുകളിലുമൊക്കെ കേൾക്കും ദൈവം സ്നേഹമാണ്, അനന്ത സ്നേഹമാണ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. കൊച്ചിന് ഇതുവല്ലോ മനസ്സിലാവുമോ? വ്യവസ്ഥകളില്ലാത്ത സ്നേഹം എന്നാ? അപ്പോൾ അവർ മാതാപിതാക്കന്മാരോ മുതിർന്നവരോ പറയുന്ന പോലെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അടി കിട്ടും. അതാ വ്യവസ്ഥകളില്ലാത്ത സ്നേഹം എന്താണെന്ന് ഈ കുഞ്ഞിന് യാതൊരു പിടിയില്ല. അപ്പോൾ അങ്ങനെ വലിയ ചിന്താക്കുഴപ്പത്തിലാണ് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ഐഡിയയും മാതാപിതാക്കന്മാരെ പെരുമാറുന്നതനുസരിച്ചാണ് കുഞ്ഞുങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളത്. മാതാപിതാക്കന്മാർക്കും യാതൊരു വിവരവുമില്ല. ഒരു അമ്മ കുഞ്ഞിനോട് ചോദിച്ചേ, കുഞ്ഞി കുക്കി ജാർന്ന്, അമേരിക്ക കുക്കി ജാർന്ന് പറയുന്നത്, അതായത് ബിസ്ക്കറ്റൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഭരണിയുണ്ടല്ലോ, ഭരണിക്കകത്ത് കൊച്ച് കൈയിടൂ. അപ്പോഴത്തേക്ക് അമ്മ അവിടെ നിന്നോട് ചോദിച്ചു, ദൈവം കാണുന്നുണ്ടെന്ന് ഓർത്തോണമെന്ന് പറഞ്ഞ് ഉടനെ കൊച്ചിങ്ങനെ ചിരിച്ച്, ദൈവം എന്നാ നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു. അമ്മയെ തമാശന് ചോദിച്ചു, ആരും കാണുന്നില്ല മോനെ, ഒരു കുക്കി കൂടെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ കൊച്ചിനോട് സ്നേഹത്തിൽ ആ അമ്മ പെരുമാറുന്നത് കൊണ്ട് കുഞ്ഞിനതൊരു തമാശയായിട്ട് പ്രതികരിക്കാൻ ഒത്തു. അതേസമയം തല്ലുന്ന അമ്മയായിരുന്നെങ്കിൽ കുഞ്ഞ് പേടിച്ചോടിയനെ. അതാണ് ഇതിൻ്റെ ഈ വ്യത്യാസം. നമ്മൾ ദൈവബോധം എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരെങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ ദൈവത്തെയും കാണുന്നത്. അപ്പോൾ ഈ കുറ്റബോധം എന്ന് പറയുന്നത് എത്ര ശിക്ഷ ചെറുപ്പത്തിൽ കിട്ടുന്നുണ്ടോ അത്രയ്ക്ക് ആനുപാതികമായിട്ട് ഈ കുറ്റബോധം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ പക്ഷേ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറ്റബോധത്തിൽ കൂടിയാണ് നമ്മൾ എല്ലാത്തിനെയും വീക്ഷിക്കുന്നതെന്നുള്ളത്. അങ്ങനെ ഒരു ചിന്തയുള്ള മനുഷ്യർ വളരെ കുറവാണ്. ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, എന്നെ മറ്റുള്ളവരൊക്കെ തെറ്റാ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് പോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പോൾ പറഞ്ഞ കുഞ്ഞിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, പട്ടിച്ചി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ആ കൊച്ചിന് പേടിയായിരിക്കും. ആരെങ്കിലും പട്ടിച്ചി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ആ കൊച്ചിന് യാതൊരു സംശയവും കാണത്തില്ല. അങ്ങനെയാണ് ഈ മതതീവ്രവാദികളൊക്കെ, മനസ്സിലായി? അവരെന്തെങ്കിലും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കും, ദൈവം നരകത്തിൽ കൊണ്ടിടുമെന്ന് പേടിക്കുന്നവരെ മറ്റവരെ നന്നാക്കാനായിട്ട് ശ്രമിക്കുകയോ, നന്നാക്കിയില്ലെന്നുണ്ടെങ്കിൽ നീയൊക്കെ നശിച്ചു പോകൂടാ, നരകത്തിൽ പോകൂടാന്ന് പറഞ്ഞ് ശപിക്കുകയോ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നോ അതെങ്ങനെ മറ്റുള്ളവരെ ബാധിക്കുമെന്നൊന്നും ചിന്തിച്ചൊന്നുമല്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ടേക്ക് വന്നോളൂ, അതാണ് അവരുടെ മനോഭാവം. അങ്ങനെ ഈ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ മനോഭാവത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ, ആത്മശോധന ചെയ്ത് നമ്മുടെ മനോഭാവം എങ്ങനെ മെച്ചപ്പെടുത്താം, നമ്മുടെ ചിന്താക്കുഴപ്പം എങ്ങനെ ദൂരീകരിക്കാം, എങ്ങനെ നമ്മുടെ മനസമാധാനം നമുക്ക് വീണ്ടെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് സ്വയം ചിന്തിച്ച് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസമാധാനവും സന്തോഷവും ഉണ്ടാകുകയുള്ളൂ. തെറ്റായ ചിന്താഗതികളാണ് നമ്മെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നുവെന്നും ഈ കുറ്റബോധം സാമൂഹ്യ ദ്രോഹികളെ പോലും സൃഷ്ടിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ തെറ്റായ ചിന്താഗതികൾക്ക്, കുറ്റബോധത്തിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരാശയം ഡോക്ടർ നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു. അടുത്ത എപ്പിസോഡിൽ ഡോക്ടറിൻ്റെ ഇതുപോലെയുള്ള പുതിയ ചിന്തകളുമായി നമുക്ക് കണ്ടുമുട്ടാം.